എല്ലാവർക്കും ക്ലാസ് റൂം PSCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 4ാമത്തെ പാഠമായ നമ്മുടെ ഗവൺമെൻറ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരമാണ് പാർലമെൻറ്റ് മന്ദിരം. നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗവും നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗവും നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗവുമാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. ഇനി നമുക്ക് നിയമനിർമ്മാണ വിഭാഗത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. രാജ്യസഭയും ലോകസഭയും ഉള്ളതിനാൽ ഇന്ത്യൻ പാർലമെൻറ്റ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നു. രാജ്യസഭയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ 238 ആണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ 12 ആണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഇനി ലോകസഭയെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. ലോകസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ 543 ആണ്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ 2 ആണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയിൽ അധ്യക്ഷപദം വഹിക്കുന്നത് സ്പീക്കറാണ്. അടുത്തതായി നമുക്ക് രാഷ്ട്രപതിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാകുന്നത്. പാർലമെൻറ്റിൻ്റെ ചുമതലകൾ. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിൻ്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബിൽ. ഒരു സാധാരണ ബിൽ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും അവതരിപ്പിക്കാം. ബിൽ ആദ്യം പരിഗണിക്കുന്ന സഭ അറിയപ്പെടുന്നത് 1ാം സഭ. ബിൽ രണ്ടാമത് പരിഗണിക്കുന്ന സഭ അറിയപ്പെടുന്നത് 2ാം സഭ. 2 സഭകളിലും ബിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ബില്ല് നിയമമാകുന്ന വിവിധ ഘട്ടങ്ങൾ. 1ാം വായന, ബിൽ അവതരിപ്പിക്കുന്നു. 2ാം വായന, ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. 3ാം വായന, ബിൽ മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. 1ാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ സഭാധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബിൽ 2ാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. 2 സഭയിലും 1ാം വായന, 2ാം വായന, 3ാം വായന എന്നീ 3 ഘട്ടങ്ങളുണ്ട്. ബിൽ 2 സഭകളിലും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ബിൽ നിയമമായി മാറുന്നു. 2 സഭകൾക്കിടയിൽ ബില്ലിനെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. പാർലമെൻറ്റ് സമ്മേളനങ്ങൾ. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെൻറ്റ് സമ്മേളിക്കുന്നത് 3 തവണയാണ്. വാർഷിക സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ വരെ ചേരാറുണ്ട്.
ചോദ്യോത്തരവേള. പാർലമെൻറ്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയിലൂടെയാണ്. പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് 11 മണിക്കാണ്. 12 മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും. 1 മണിക്കൂർ ഭരണപരമായ ഏതു വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് അതാതു വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ്. സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ശൂന്യവേള. ചോദ്യോത്തരവേളയ്ക്കു ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ചെറിയ സമയം ശൂന്യവേള എന്നറിയപ്പെടുന്നു. സമയം 12 മണി ആകുന്നതിനാലാണ് ശൂന്യവേള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ശൂന്യവേള സമയത്തായിരിക്കും. ശൂന്യവേള 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുണ്ടാകും. അടുത്തതായി ധനബില്ല്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ധനബിൽ. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരം ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ലോകസഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ ബിൽ രാജ്യസഭയിലേക്ക് അയക്കുന്നു. ധനബിൽ ലഭിച്ചു 14 ദിവസത്തിനകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് ബിൽ തിരിച്ചയക്കേണ്ടതാണ്. പാർലമെൻറ്റിൻ്റെ മറ്റു ചുമതലകൾ. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. രണ്ടാമത്തത് തിരഞ്ഞെടുപ്പ് ചുമതല. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ്. മൂന്നാമത്തത് ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തൽ. ഇവയൊക്കെയാണ് പാർലമെൻറ്റിൻ്റെ മറ്റു ചുമതലകൾ. സംസ്ഥാന നിയമനിർമ്മാണ സഭ. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. 2 സഭകളുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ 2 സഭകളുണ്ട്. അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി എന്നുമാണ് വിളിക്കുന്നത്. അടുത്തതായി കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നു. ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമുണ്ട്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം, സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഇവർ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് ആണ് അറിയപ്പെടുന്നത്. ഉദ്യോഗസ്ഥർ യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നവരായതുകൊണ്ട് അവർ അറിയപ്പെടുന്നത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് രാഷ്ട്രപതി. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് രാഷ്ട്രപതി തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് ആണ്. ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാഷ്ട്രപതിയുടെ യോഗ്യതകൾ. ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോകസഭാംഗമാകുന്നതിനു വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം. രാഷ്ട്രപതിയുടെ ചുമതലകൾ. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു. പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. ഇതൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. ഇനി നമുക്ക് ഉപരാഷ്ട്രപതിയെക്കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുക. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുക.
പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ. ക്യാബിനറ്റ് മന്ത്രിമാർ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നു. സഹമന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നു. ഉപമന്ത്രിമാർ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നു. പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെയായിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകൾ: ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുന്നു. മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം: സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് ഗവർണർ. സംസ്ഥാനങ്ങളിലെ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയാണ്. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം: തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. നിയമനിർവ്വഹണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. സുപ്രീം കോടതി: ഇന്ത്യയുടെ പരമോന്നതമായ കോടതിയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിക്ക് ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുണ്ട്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിലുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ് HJ കനിയ. ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ: മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടായ തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. ഹൈക്കോടതി: സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ഹൈക്കോടതികളാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ അധികാരങ്ങൾ: മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ, സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ തുടങ്ങിയവയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ. ജില്ലാ കോടതി: ജില്ലകളിലുണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ജില്ലാ കോടതികളാണ്. കീഴ്ക്കോടതികൾ: ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ. താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നത് സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കുന്നത് കീഴ്ക്കോടതിയാണ്. ലോക് അദാലത്ത്: സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ പ്രധാനപ്പെട്ടതാണ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ കോടതി എന്നാണ്. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ലോക് അദാലത്ത്. കക്ഷികൾക്ക് താൽപ്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. ലോക് അദാലത്തിൻ്റെ ലക്ഷ്യം കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക എന്നിവയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.